ഭഗവാനെ, എന്തോന്നാ ഈ കണ്ടോണ്ട് നിൽക്കുന്നേ? ഒന്ന് പോകുന്നുണ്ടോ അവിടുന്ന്? ആ സ്ത്രീ അങ്ങനെ ഒരു നാണവും മാനവും ഇല്ലാത്ത വൃത്തികെട്ട സാധനം. അയാൾ എന്തിനാ എന്നും ഈ വരുന്നേ? അതെ, അയാളോട് ചോദിക്കണം. ആ, നാളെ മുതൽ കോളേജിൽ പോവുകയല്ലേ? അവിടെ ചെന്ന് ആരോടും ഈ മണ്ടത്തരങ്ങളൊന്നും എഴുന്നള്ളിക്കരുത് കേട്ടോ. എന്ത് മണ്ടത്തരം? ആ, ഇപ്പൊ ചോദിച്ചോളുള്ള ചോദ്യങ്ങളെ ജയല്ലേ പറഞ്ഞത്. കോളേജിലെ കൂട്ടുകാരികളോട് ചോദിച്ചാ പലതും പഠിച്ചതെന്ന്. അതൊക്കെ എന്റെ കാര്യം. ഞാനേ കോളേജിൽ പോയതേ 2 പ്രേമം കഴിഞ്ഞ. നിനക്കിപ്പോഴും പ്രേമം എന്താണെന്ന് പോലും അറിയില്ലല്ലോ. കഴിക്കാൻ തുടങ്ങിയില്ലേ? നേരത്തെ കിടന്ന് ഉറങ്ങാൻ നോക്ക്. നാളെ രാവിലെ കോളേജിൽ പോകേണ്ടതാ. എന്താ കോളേജ് പുതിയ സ്ഥാനങ്ങൾ വരുന്ന ദിവസമായതുകൊണ്ട് സെലക്ഷൻ നടത്തുമായിരിക്കും അല്ലേ? ഏയ്, അങ്ങനൊന്നുമില്ല. നീ എന്താ രാവിലെ ഇത് വഴി? ചുമ്മാ നടക്കാന്ന് കരുതി. എന്നാ വാ, കുറച്ചു നേരം കാറി അടക്കാം. കയറിക്കോ. ആ, ബെല്ലടിച്ചാൽ എന്താ അവിടെ ഇവിടെ വന്ന് എത്തി നോക്കണോ? ഞാൻ എത്ര നേരം നിന്നറിയോ? ആ, കുറച്ചു നേരം നിക്കണം. ധൃതി പിടിച്ച് അകത്ത് കയറിയിട്ടേ വലിയ അത്യാവശ്യ കാര്യമൊന്നുമില്ലല്ലോ. ഇനി ഇത്രയും തോന്നിവാസം കാണിച്ചാൽ അന്ന് ഞാൻ തരുന്നുണ്ട് സമ്മാനം. കോളേജിന്റെ പടി കയറിയിട്ടേ ഉള്ളൂ, അതിനുള്ളിൽ പെണ്ണിനങ്ങ് തിമിരി കയറി. അവളെല്ലാം കണ്ടുവല്ലേ? ഞാൻ ഇനി എങ്ങനെ അവിടെ മുഖത്ത് നോക്കും? മറ്റുള്ളവരുണ്ട് വലിയ നാണം കൊണ്ടുവന്ന ആളാ. ഒറ്റയ്ക്കാകുമ്പോ എല്ലാം മറക്കും. ശരിയാ, നിന്റെ ആ വര വേണ്ടപ്പോ ഞാൻ എല്ലാം മറന്നുപോയി. വേണുവിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, തെറ്റുകാരി ഞാൻ തന്നെയാ. ആണ്ടാ, അവളെ ഞാൻ ഒരുപാട് ലാളിച്ചു വളർത്തി. അതിന്റെ ശിക്ഷ ഞാനിപ്പോ അനുഭവിക്കുക. അതൊക്കെ സുലുവിന് തോന്നുന്നതാ. സിന്ധു കൊച്ചുകുട്ടിയല്ലേ, അവക്കൊന്നും മനസ്സിലാവില്ല. വേണ്ട എന്താണെന്ന് ചേർത്ത് കഴിച്ചൂടെ? കോളേജിൽ പോകുന്ന പെണ്ണാണെന്നുള്ള വിചാരം ഇനിയും ഉണ്ടായിട്ടില്ല. ഈ പ്രായമൊക്കെ കടന്നതിനെ ഞാനും വന്നത്. നിന്റെ പ്രായത്തിൽ എനിക്കാരും ഉണ്ടായിരുന്നില്ല ഇതൊന്നും പറഞ്ഞുതരാൻ. എന്നും ഊട്ടിത്തരാൻ ആരും ഉണ്ടാവില്ല. വേണമെങ്കിൽ വല്ലതും കഴിച്ചിട്ട് എഴുന്നേറ്റ് പോ. അവളുടെ ഒരു അഹങ്കാരം കൊഞ്ചിച്ചു വേണോട്ടാ. എന്താ പറഞ്ഞത്? ഒന്ന് നിർത്താൻ. നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട. വേണ്ടി വന്ന എന്റെ കണ്ണ് ഇതുപോലെ വലുതാവും. ഞാൻ വിചാരിച്ചിരുന്നത് സുലൂർ എന്നൊക്കെ വിവരമുണ്ടെന്നാണ്. കല്യാണത്തിന് മുമ്പ് നമ്മൾ തമ്മിൽ കാണുമ്പോഴൊക്കെ സിന്ധുവിനെ പറ്റി വാവരാതെ പറയുമായിരുന്നല്ലോ. എന്നിട്ട് ഇപ്പൊ എന്തായി? ഞാൻ കാരണം നീ അവളെ വഴക്ക് പറഞ്ഞു. അവളുടെ ഭാവിയെക്കുറിച്ച് മാത്രം മന്ത്രം ജപിച്ചോണ്ടിരുന്ന നീ
ഇപ്പൊ അവള് വെറുക്കാൻ തുടങ്ങി. നാളെ ചിലപ്പോ വേണുട്ടാ, ശരിയാണ് വേണുട്ടാ. ഞാൻ അറിയാതെ വളരെ മാറിപ്പോയി. എന്താ സുലു ഇത്? ഇങ്ങോട്ട് നോക്ക. നീ കൊച്ചുകുട്ടികളെ പോലെ ആയാലോ? എനിക്കിപ്പോ തോന്നുന്നു അവളെ ഒരാളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നത് വരെ ഞാൻ വിവാഹം കഴിക്കരുതായിരുന്നു. കഴിഞ്ഞൊക്കെ കഴിഞ്ഞു. സുലു ഒരു കാര്യം ചെയ്യും, എഴുന്നേറ്റെന്ന് അവളെ ആശ്വസിപ്പിക്കാം. അവള് കൊച്ചുകുട്ടിയല്ലേ സുലു, പാവം. അവളിപ്പോ അവിടെ നിന്ന് കരയായിരിക്കും. ചെല്ല്. ചെല്ല്. മോളെ, സിന്ധു, ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ. ചേച്ചി ഒരു കാര്യം പറയട്ടെ. ചേച്ചിയോട് പണക്കോ അല്ലേ? ചേച്ചിക്കല്ലേ എന്നോട് ഇഷ്ടമല്ലാത്തത്? ആര് പറഞ്ഞു ഇഷ്ടമല്ലെന്ന്? പിന്നെന്തിനാ വേണുവേട്ടന്റെ മുമ്പിൽ വെച്ചെന്നെ വഴക്ക് പറഞ്ഞത്? വഴക്ക് പറഞ്ഞതല്ല, മോൾ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയായിരുന്നു. കളം വരച്ചും കക്ക കളിച്ചും നടന്ന കൊച്ചുകുട്ടിയല്ല നീ ഇന്ന്. കോളേജിൽ പഠിക്കുന്ന വലിയ പെണ്ണല്ലേ. ഇനി 1-2 കൊല്ലം കൂടെ കഴിയുമ്പോ ആരുടെയെങ്കിലും കൂടെ ഇറങ്ങി പോകേണ്ടതല്ലേ? കിടന്നുറങ്ങിക്കോ. ശരി. സിന്ധു, തിരക്കുള്ള ബസ്സൊന്നും ചാടി കയറണ്ട. ലേഡീസ് ഒള്ളി ബസ് വരും, അത് കറിയാ മതി. സുലു ഒന്ന് വാ. മരുന്ന് വേണം കേട്ടാ. ആ ചേച്ചി, അല്ല മാഡം, ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ട് വേണം പോകാൻ. ഞങ്ങൾ വരെ ഇത്തിരി താമസിക്കും കേട്ടോ. ചുറ്റിട്ട് വന്നോ, എല്ലാം ഞാൻ അവിടെ ഉണ്ടാക്കി വെച്ചേക്കാം. തുടങ്ങാം. ഞാൻ തലത്തെ മാഡം വേണ്ടേ, വേണ്ടേ. ഓ, കല്യാണം കഴിഞ്ഞാലെങ്കിലും